ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആഭരണധാരണം എന്ന വിഷയം വീണ്ടും നമ്മുടെ ഇടയിൽ ചില വ്യക്തികളുടെ വാക്കുകൾ കടമെടുത്താൽ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സത്യത്തിൽ ഇത് ഇപ്പോൾ കത്തുമല്ല ചെയ്യുന്നത്, കത്തിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾ ആഭരണം ധരിച്ചേ മതിയാവൂ, അല്ല ധരിക്കാൻ പാടില്ല, ഇങ്ങനെ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ സമൂഹം ഇതിനകത്ത് ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ധരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഒരു ചെറിയ സമൂഹം മാത്രമായിരിക്കാം വിശ്വാസികൾ ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ടും അറിവോടുകൂടി വിശ്വസിക്കുന്നത്. ആ ചെറിയ കൂട്ടത്തിൽ ഉള്ള ചില വ്യക്തികളുടെ വാക്കുകൾ കടമെടുത്താൽ കപടതയുള്ള ഒരു സുവിശേഷനാണ് ഞാനോ എൻ്റെ ഭവനത്തിൽ ആരും തന്നെ ആഭരണം ധരിക്കുന്നില്ല. അത് ബ്രദറുകാർ ആചരിച്ചു പോകുന്ന ഒരു പാരമ്പര്യം അനുസരിക്കുന്നു എന്നുള്ള നിലയിലല്ല, മറിച്ച് കൃത്യമായ തിരുവചനത്തിലുള്ള നിശ്ചയത്തിൽ നിന്നുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ആഭരണ വർജനം നടത്തിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഭേദഭാഗങ്ങൾ ദൈവജനത്തിന് മുമ്പാകെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആഭരണം ധരിക്കണം എന്ന് വാദിക്കുന്നവരുടെയും ധരിക്കണ്ട എന്ന് വാദിക്കുന്നവരുടെയും ചില വീഡിയോകൾ ഞാൻ കാണുവാൻ തക്കനിടയായി തീർന്നു. എന്നാൽ ഈ രണ്ട് വീഡിയോകളിലും പറയാത്ത ഒരു പക്ഷെങ്കിൽ ദൈവമക്കളിൽ പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഭേദഭാഗമാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആഭരണം ധരിക്കുന്നതിനോ ധരിക്കാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ബൈബിളിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്തുകൊണ്ട് ആഭരണ വർജനം ചെയ്യണം? ആഡംബര വർജനത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. ആഭരണം എന്തുകൊണ്ട് ധരിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആഭരണം എന്ന വിഷയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ആഭരണത്തെ ആഡംബരം എന്ന വിഷയത്തോട് ചേർത്താണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വീട് വയ്ക്കുന്നില്ലേ, വിലയുള്ള വസ്ത്രം ധരിക്കുന്നില്ലേ, വാഹനം ഉപയോഗിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് ഒരു 5000-ന്റെയോ 10,000-ന്റെയോ ഒരു ആഭരണം എന്തുകൊണ്ട് ധരിച്ചുകൂടാ എന്നുള്ള ഒരു കൗണ്ടർ ചോദ്യം ചോദിച്ച് ഈ ആഭരണവർജനം എന്നുള്ള വിഷയത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുവാൻ പലരും ശ്രമിക്കാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം തിരുവചനം വായിക്കുന്ന ആളുകൾക്ക് വളരെ പരിചിതമാണല്ലോ. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അന്ത്യോക്യ സഭയിൽ നിന്നും അവരെ അയച്ചതിനു ശേഷം യഹൂദന്മാരല്ലാത്ത വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിന് പോവുകയും അനേക വിജാതിയർ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അവരുടെ ഇടയിൽ സഭകൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ യെരുശലേമിലെ അനേക യഹൂദ പ്രമാണിമാർ പൗലോസിനും ബർന്നബാസിനുമെതിരെ ആരോപണം ഉന്നയിക്കുവാൻ ഇടയായി തീർന്നു. ഇവർ മോശയുടെ ന്യായപ്രമാണം ലംഘിക്കുകയാണ്, വിജാതിയരുടെ രീതികളുമായിട്ട് ഇവർ ചേർന്നു പോവുകയാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അവർക്ക് മേൽ ഉണ്ടായപ്പോൾ അന്ത്യോക്യ സഭ ഈ വിഷയം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതിനായിട്ട് അവരെയും കൂട്ടി യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും ഇടയിൽ ഈ വിഷയം സംബന്ധിച്ച് കൂലങ്കഷമായ ചർച്ച നടന്നതിന് ശേഷം അപ്പോസ്തലന്മാർ ഈ വിഷയത്തിന്മേൽ വയ്ക്കുന്ന ഒരു കൺക്ലൂഷൻ, അതായത് വിഗ്രഹാരാധന, പ്രകൃതി ആരാധന മുതലായ കാര്യങ്ങളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ അനിവാര്യമായി പാലിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, വിടേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായ വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം. ഈ വിഷയത്തിന്മേൽ അവർ പറയുന്ന ഒരു കൺക്ലൂഷൻ അതിന്റെ 19-20 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അത് ഞാനൊന്ന് വായിക്കുകയാണ്.
ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിക്കുവാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. Therefore it is my judgment that we do not trouble those who are turning to God from among the Gentiles, but that we write to them that they abstain from things contaminated by idols, and from fornication, and from what is strangled, and from blood. അവിടെ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലന്മാർ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അബ്സ്റ്റെയിൻ ഫ്രം തിങ്സ് കണ്ടാമിനേറ്റഡ് ബൈ ഐഡൽസ്. ഈ സമയത്ത് ഞാൻ ഇതിനോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സഭയിലെ സഹോദരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് ഞാൻ കൊടുത്തൊരു മറുപടിയും ഒന്ന് സൂചിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഒരു സഭയിൽ ഒരു പ്രയാസം ഉണ്ടാവാനിടയായി തീർന്നു. മഹാരാഷ്ട്രയിലെ മറ്റൊരു സഭയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും ബോംബെ സൈഡിലുള്ള ഒരു സഭയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് കല്യാണം ആലോചിച്ചു. രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിക്കും ചെറുക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടു. എന്നാൽ പെൺകുട്ടി ആഭരണം ധരിക്കാത്ത ഒരു പെൺകുട്ടിയും ആ പയ്യൻ കൂടി വന്നിരുന്നത് ആഭരണം ധരിക്കുന്ന ഒരു സഭയിൽ നിന്നുമാണ്. എന്നാൽ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത് മൂലം പയ്യന് ആ പെൺകുട്ടി ആഭരണം ധരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പെൺകുട്ടി ഞാൻ ഒരു കാരണവശാലും ആഭരണം ധരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലുമായിരുന്നു. എന്നാൽ ദുഃഖകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ കൂടി വരുന്ന സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് ആഭരണം ധരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു നിർബന്ധം പിടിക്കുകയും ആ കല്യാണം ഇങ്ങനെ തുലാസിൽ തൂങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനോടുള്ള അനുബന്ധിച്ച് ആ പയ്യന്റെ സഭയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ച് ഒരു അഭിപ്രായം ചോദിക്കുകയുണ്ടായി. സഹോദര, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, താങ്കൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് ഈ ചെറുക്കന്റെ സഭയിലെ മൂപ്പന്മാർ പെൺകുട്ടി ആഭരണം ധരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എന്തുകൊണ്ടാണ് പ്രയോഗിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ചിലർ ആഭരണ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ വിളിച്ച ചെറുപ്പക്കാരനും ആഭരണ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ ആഭരണം വർജിക്കുന്ന ഒരു പെൺകുട്ടി ആ സഭയിൽ കടന്നു വരുന്നത് ഒരുപക്ഷെ അവരുടെ വ്യവസായത്തിന് ഒരു ഭീഷണിയായി തീർന്നേക്കാം എന്നവര് ഭയപ്പെടുകയുണ്ടായി. ഈ വിഷയം എന്നോട് ചോദിച്ചപ്പോ എന്നെ വിളിച്ച ഈ ചെറുപ്പക്കാരനോട് ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. സഹോദരൻ ഈ ആഭരണ വ്യവസായവും അതിന്റെ ഡിസൈനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ കേട്ടിട്ടുള്ള ഒരു സംശയം അത് താങ്കളിൽ നിന്ന് തന്നെ ദൂരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ സംശയം എന്ന് പറയുന്നത്, ഞാൻ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ചില സോഴ്സസിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആഭരണം ഡിസൈൻ ചെയ്യുന്നത് പല ദേവീ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട പ്രാകൃതമായ പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ആഭരണങ്ങളുടെ ഡിസൈൻ ചെയ്യുന്നത് എന്നൊരു അറിവ് എനിക്ക് കിട്ടുവാൻ ഇടയായിത്തീർന്നു. അതായത് പല ആഭരണങ്ങളും പല പല ദേവീ ദേവതകളുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ചെറുപ്പം മുതൽ ആഭരണം ഞാൻ ധരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ സഹോദരനിൽ നിന്ന് തന്നെ ഒരു വ്യക്തത ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത്ഭുതം എന്ന് പറയട്ടെ,
സഹോദരി സ്വരന്മാരെ, വിശ്വാസിയായ ആ സഹോദരൻ, ആഭരണ വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, സഹോദരൻ പറഞ്ഞ കാര്യം ശരിയാണ്. ഓരോ ആഭരണങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഓരോ ദേവി ദേവതമാരുടെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ആ വിഷയമായിട്ട്, ഡിസൈനിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ആളായതുകൊണ്ട് അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ ആ ആഭരണ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബോംബെയിലെ ബ്രദറൻ സഭയിലെ ഒരു മറാഠി സഹോദരൻ എന്നോട് പറഞ്ഞത്, ആഭരണം ഡിസൈൻ ചെയ്യുന്നതും ദേവീ ദേവതകളുമായിട്ട്, വിഗ്രഹാരാധനയുമായിട്ട് കൃത്യമായ ബന്ധം ഉണ്ട് എന്നാണ്. ഈ ഭാഗത്ത് അപ്പോസ്തലന്മാർ, അതായത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയിൽ നിന്നും കടന്നു വന്ന വിജാതീയരായ വിശ്വാസികളോട് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നത് അബ്സ്റ്റെയിൻ ഫ്രം തിങ്സ് കണ്ടാമിനേറ്റഡ് ബൈ ഐഡൽസ് എന്നാണ്. വിഗ്രഹ മാലിന്യങ്ങളിൽ നിന്നും നാം വേറിട്ട് നിൽക്കേണ്ടിയിരിക്കുന്നു. അതായത് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വേറിട്ട് നിൽക്കേണ്ടിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായമൊക്കെ പലർക്കും അറിയുന്നതാണ്. ഇസ്രായേൽ മക്കൾ ആഭരണ വർജനം ആരംഭിച്ചത് അതിന് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അവർ മറ്റനേകം ആത്മീയ വിഷയങ്ങളിലും വീണുപോയതുപോലെ ആഭരണ ധാരണത്തിലും അവർ വീണുപോയി എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ വിഷയം സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വേറൊരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. ആ ഭാഗത്ത് വിഗ്രഹാരാധനയിൽ നിന്നും ദൈവമക്കൾ എന്തുകൊണ്ട് വേർപെട്ടിരിക്കുന്നേ മതിയാവൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോ ഒന്ന് ആകുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന് അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവാൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നതത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് വിഗ്രഹം ആരാധിക്കുന്നതോ ആരാധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ട്. എന്നാൽ വിഗ്രഹാരാധന വിട്ട് മാറി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി എന്ന് അവകാശപ്പെടുന്ന ദൈവമക്കളോടുള്ള നിർദ്ദേശമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരോടുമുള്ള നിർദ്ദേശമല്ല. തിരുവത്താഴത്തിൽ പങ്കാളികളാകുന്ന ദൈവമക്കൾ വിഗ്രഹ മാലിന്യങ്ങളിൽ പങ്കാളികളാവാൻ പാടില്ല. അതിന്റെ കാരണം അവിടെ പറയുന്നത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, വിഗ്രഹങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന്. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ദൈവജനം ഒരേ സമയത്ത് ദൈവത്തിന്റെയും ഭൂതങ്ങളുടെയും പങ്കാളികളാകുവാൻ, സഹകാരികളാകുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ വിഗ്രഹാരാധന വിട്ട് ഓടി മാറിയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനം വിഗ്രഹങ്ങളെ ബേസ് ചെയ്ത്, വിഗ്രഹാരാധനയെ ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്യപ്പെടുന്ന ആഭരണങ്ങൾ ധരിക്കുവാൻ പാടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 22-ാം വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: അല്ല, നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? പ്രിയപ്പെട്ടവരെ, ദുഷ്ടാത്മാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിഗ്രഹാരാധനയെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന
ആഭരണം കഴുത്തിൽ അണിഞ്ഞ് ശരീരത്തിൽ അണിഞ്ഞ് നടക്കുന്നത് നമുക്ക് നന്മയ്ക്കായി തീരുമോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. പുതിയ നിയമത്തിൽ മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധമുണ്ടെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാൻ സോഷ്യൽ മീഡിയയിലെ ഈ ചുരുക്ക സമയത്തിനുള്ളിൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ട എൻ്റെ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്, അതിന്റെ സ്ക്രീൻഷോട്ടാണ് അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അവിടെ ആഭരണങ്ങളുടെ ഡിസൈനിങ്ങും വിഗ്രഹാരാധനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഗൂഗിൾ തന്നിരിക്കുന്ന മറുപടിയാണ് അവിടെ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ എഴുതിയിരിക്കുന്നത് യെസ്, മെനി ഓർണമെന്റ്സ് ആർ ഡിസൈൻഡ് വിത്ത് സ്പെസിഫിക് പാറ്റേൺസ്, മോട്ടീവ്സ് ആൻഡ് സിംബൽസ് ഡയറക്ട്ലി ഇൻസ്പയർഡ് ബൈ പേഗൻ ഗോഡ്സ്, mythology and ancient nature based belief systems. കൃത്യമായിട്ട് പറയുകയാണ്, ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പ്രത്യേകമായി പേഗൻ ഗോഡ്സ്, വിജാതീയ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് അവരുടെ മിത്തോളജി, ഐതിഹ്യ കഥകൾ, അലങ്കാര രൂപങ്ങൾ അതിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊന്ന് ഏൻഷ്യൻ നേച്ചർ ബേസ്ഡ് ബിലീഫ് സിസ്റ്റം, പ്രകൃതി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഗൂഗിൾ പറയുന്നത്. അടുത്ത വരി ശ്രദ്ധിക്കുക. ദീസ് ഡിസൈൻസ് ആർ ഓഫൻ worn as tokens of protection, spiritual connection, or to honor specific deities. These designs are often worn as tokens of protection, spiritual connection, or to honor specific deities, with many patterns dating back thousands of years. ഈ ഡിസൈൻസ്, ഓരോ ഡിഫറെന്റ് ഡിസൈൻസ് അത് ധരിക്കുന്നവർ എന്തിനാണ് ധരിക്കുന്നത്? പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ? അത് പ്രതിനിധീകരിക്കുന്ന ദേവതയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ദേവത കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ. സ്പിരിച്വൽ കണക്ഷൻ, ഈ ഭൂതങ്ങളോട്, വിഗ്രഹങ്ങളോടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധമാണ് ചില ഡിസൈൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയണം, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ആഭരണങ്ങളുടെ ഡിസൈൻ നടക്കുന്നത് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് യെരുശലേമിൽ നടന്ന ആ സമ്മേളനത്തിൽ അപ്പോസ്തലന്മാർ വിജാതിയരിൽ നിന്ന് വന്നവരോട് പറയുന്നത്, അബ്സ്റ്റെയിൻ ഫ്രം തിങ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് ഐഡൽസ്, വിഗ്രഹ മാലിന്യങ്ങളോട് അകന്നു നിൽക്കുക. കൊരിന്ത ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിഗ്രഹാരാധനയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് വിഗ്രഹമല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ദൈവജനം വിഗ്രഹ മാലിന്യങ്ങളെ ശരീരത്തിൽ അണിഞ്ഞ് നടക്കണോ വേണ്ടയോ എന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനം സ്വയം പരിശോധിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതരെന്ന് ധരിക്കുന്ന അനേകർ, അല്ലെങ്കിൽ സ്വന്തം ഐക്യു മൂലം ദൈവവചനത്തെ വിവേചിക്കുവാൻ ശ്രമിച്ച് തങ്ങളുടെ പാണ്ഡിത്യം മാത്രം ബേസ് ചെയ്തുകൊണ്ട് ദൈവമക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ പ്രകാശനം അനുസരിച്ച് ഈ സത്യം ദൈവജനത്തോട് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു വ്യക്തിയെയും അപമാനിക്കുന്നതിനോ ഇകഴ്ത്തി കാണിക്കുന്നതിനോ വേണ്ടിയല്ല. നമ്മൾ ആരും തന്നെ ഒരു വിഷയത്തിലും പൂർണ്ണമായിട്ട് അറിവുള്ളവരല്ല. ആരെങ്കിലും ഈ വിഷയങ്ങൾ തെറ്റായിട്ട് ധരിക്കുകയോ ധരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിന്മേൽ അവരുടെ അറിവില്ലായ്മ മാത്രമാണ് അതിന് കാരണമായിരിക്കുന്നത്. എന്റെ ദൈവജനമേ, നമ്മുടെ പിതാക്കന്മാർ, രക്ഷിക്കപ്പെട്ട മക്കൾ തിരുവചനത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വിവേചിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ പഴയ തലമുറയിലെ ദൈവജനം
കേവലം ആഡംബരത്തെയോ അലങ്കാരത്തെയോ ഉപേക്ഷിക്കുക എന്നുള്ള നിലയിലല്ല ആഭരണം ഉപേക്ഷിച്ചത്. മറിച്ച് ആഭരണങ്ങൾക്ക് വിഗ്രഹങ്ങളോടുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ, സ്വന്തം ബുദ്ധിയിലൂന്നിയല്ല, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഈ കാര്യങ്ങളെ വിവേചിക്കുവാൻ ദൈവം തന്റെ ജനത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.